ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 24. നമ്മളിന്ന് 5-ാമത്തെ അധ്യായത്തിലെ മന്ത്രം 11 മുതൽ 21 വരെയാണ് നോക്കുന്നത്. ഇതിലെ ദേവതകളെല്ലാം പലതായതുകൊണ്ട് ആദ്യം ഓരോന്നായിട്ട് നോക്കാം. നമ്മൾ ആദ്യം 11-ാമത്തെ മന്ത്രത്തിലേക്കാണ് കിടക്കുന്നത്. അതിലെ സർവാധിപതിയായ ഇന്ദ്രൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് സർവ ആധിപത്യം ഉള്ളത്? എല്ലാ കർമ്മങ്ങളുടെയും പിന്നിൽ അവയെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. ഏത് കർമ്മം ഉണ്ടെങ്കിൽ അതിനെ ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണം. അപ്പം പ്രപഞ്ചമുണ്ടാകുന്നതിനുള്ള എല്ലാ ഘട്ടങ്ങളിലും അതിനെ ഏകോപിപ്പിച്ച ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് സർവാധിപതിയാണ്. അങ്ങനെയുണ്ടാകുന്ന ഭൗതിക ലോകത്തിലെ എല്ലാം അത് ധനമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ധനമാണ്. മണ്ണ് പോലും ധനമാണ്. മണ്ണെല്ലാം വിറ്റ പൈസ ധനമായിട്ടാണ് മാറുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം വിലയുള്ളതാണ്, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അപ്പോൾ ഭൗതിക ധനത്താൽ നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇന്ദ്രനിൽ നിന്നാണ് ഉണ്ടായത്. ഇന്ദ്രനാണ് അതിനെ ഏകോപിപ്പിച്ചത്. ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നിനെ എടുത്ത് വേറൊന്നാക്കി നല്ലൊരു വസ്തുവാക്കി മാറ്റി എടുക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് തേങ്ങ എടുത്തിട്ട് വെളിച്ചെണ്ണയാക്കുന്നുണ്ടെങ്കിൽ അതിലെല്ലാം പ്രവർത്തനത്തെ ഏകോപിപ്പിച്ച് വെളിച്ചെണ്ണയാക്കി മാറ്റി അതിലൂടെ ധനം നേടിത്തരുന്നത് ഇന്ദ്രനാണ്. അതുകൊണ്ട് എല്ലാ കർമ്മത്തിൻ്റെ മുമ്പിലും നിന്നിട്ട് രക്ഷിക്കുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ദ്രനാണ്. അതേസമയം ഈശ്വരൻ, ഇതിൻ്റെ എല്ലാം പിന്നിലൊരു ശക്തി വിശേഷമുണ്ട്. ആ ഈശ്വരൻ പിറകിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ച ഒരു ശക്തി വിശേഷമുണ്ട്. അതാണ് ഈശ്വരൻ. ആ ഈശ്വരൻ്റെ സപ്പോർട്ടീവായിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഇന്ദ്രൻ വർക്ക് ചെയ്യുന്നത്. എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നത് ആർക്ക് വേണ്ടി? ഈശ്വരൻ്റെ മനസ്സിലുള്ള ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഈശ്വരൻ എന്തുണ്ട്? പുറകിലുണ്ട്. പുറകിൽ നിന്ന് രക്ഷിക്കട്ടെ, വലതുവശത്തു നിന്ന് രക്ഷിക്കട്ടെ, ഇടതുവശത്തു നിന്ന് ഈശ്വരൻ രക്ഷിക്കട്ടെ എന്നെല്ലാം പറയുകയാണ്. അതായത് നീ എന്ത് കർമ്മം എവിടെയും ചെയ്യുമ്പോൾ അത് ഈശ്വരൻ അധീനമായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു ചെടി, നമ്മളൊരു വിത്ത് നടുന്നു, അത് മുളപ്പിക്കുന്നതിനുള്ള ആ പ്രവർത്തനങ്ങളിൽ ഏകോപിപ്പിക്കുന്ന ഇന്ദ്രനാണെങ്കിലും അവിടെ ചെടി വളരണോ എന്നെല്ലാം തീരുമാനിക്കുന്നത് ആ ശക്തി വിശേഷമാണ്. ആ ശക്തി വിശേഷം അനുസരിച്ചിട്ടാണ് ഇവിടെ എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. അപ്പോൾ ഏത് ഭാഗത്ത് നടക്കുന്ന കർമ്മങ്ങളായാലും ആ ഭാഗത്തു നിന്നെല്ലാം ഈശ്വരൻ നിന്നെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പം ഈശ്വരനാണ് ഇവിടുത്തെ, എല്ലാ വേദികളിലുമുള്ള ഈശ്വരനാണ് ഇവിടുത്തെ ദേവത. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ യജ്ഞസ്ഥലത്ത് നിന്ന് തപ്ത ജലത്തെ അകലേക്ക് മാറ്റുന്നു. എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ട സ്ഥലം ശുദ്ധമാക്കി എടുക്കുന്നത് ഇന്ദ്രനാണ്. ഏത് കർമ്മം നടക്കുമ്പോൾ ആ സ്ഥലം ശുദ്ധമാക്കി മാറ്റി ആ യജ്ഞത്തിൽ പൂർത്തീകരിക്കുന്നത് ഇന്ദ്രനാണ്. ഇനി 12 വാക്കാണ് ദേവത. വാക്ക് എന്ന് പറഞ്ഞാൽ സയൻസാണ്. ഹിംസ അനുവർത്തിക്കുന്ന നീ ആദിത്യന്മാർക്ക് ആഹ്ലാദം നൽകുന്ന ഹിംസികയാകുന്നു. അപ്പോൾ ഒരു വാക്ക്, നമ്മുടെ ഒരു വാക്ക് അല്ലെങ്കിൽ സയൻസ് പദങ്ങൾ, അതിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? മോശമായിട്ട് ഉപയോഗിക്കാം, അതേസമയം നല്ല ആവശ്യത്തിന് വേണ്ടിയും ഉപയോഗിക്കാം. ഒരു വാക്ക് നമുക്ക് ഒരാളെ നിന്ദിക്കാനും ഉപയോഗിക്കാം, ഒരാളെ പ്രോത്സാഹിപ്പിക്കാനും ഉപയോഗിക്കാം. ഒരു വാക്ക്, ഒരു സയൻസിനെ നമുക്ക് നല്ല ആവശ്യത്തിനും ഉപയോഗിക്കാം, മോശം ആവശ്യത്തിനും ഉപയോഗിക്കാം. അപ്പം ഹിംസക്കും കാരണമുണ്ട് വാക്കുകൾക്ക്, അതിലൂടെ ദോഷങ്ങളും സംഭവിക്കാം. അതേസമയം ആഹ്ലാദം നൽകുന്നതാക്കി മാറ്റും. കാലത്തിനനുസരിച്ച്
ആദിത്യന്മാർക്ക് ആഹ്ലാദം നൽകുന്ന ഹിംസിക്കയാകുന്നു എന്ന് പറയുമ്പോൾ ആദിത്യന്മാർ, അതായത് കാലത്തിനനുസരിച്ച് കാലം എന്താണോ ആവശ്യപ്പെടുന്നത്, കാലം മുന്നോട്ടേക്ക് പോകാനാണ് എപ്പോഴും ചിന്തിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളായിരിക്കണം, വാക്കുകളായിരിക്കണം, പ്രവൃത്തികളായിരിക്കണം നമ്മിൽ നിന്നും ഉണ്ടാകേണ്ടത്. നിന്നിലൂടെ ബുദ്ധിയും ശക്തിയും ലഭിക്കും. വാക്കുകളിലൂടെ, സയൻസിലൂടെ നമ്മൾ നല്ല വാക്കുകൾ, ശാസ്ത്രീയമായ വാക്കുകൾ പ്രയോഗിക്കുകയാണെങ്കിൽ അതിലൂടെ ബുദ്ധി വികസിക്കും, നമ്മുടെ ശക്തിയും വർദ്ധിക്കും. ശാസ്ത്രീയമായ വാക്കുകൾ, ജ്ഞാനങ്ങൾ നമ്മൾ തലച്ചോറിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി വികസിക്കും, നമ്മളുടെ ശക്തിയും വർദ്ധിക്കും. ജ്ഞാനത്തിൻ്റെ ബലത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മുന്നോട്ടേക്ക് പ്രവർത്തിക്കാൻ പ്രദാനം ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? എല്ലാതരം സമ്പത്തും നിന്നിലൂടെയാണ് നേടിയെടുക്കുന്നത്. ഏതിലൂടെ? വാക്കിലൂടെ, ശാസ്ത്രീയമായ വാക്കുകളിലൂടെ, ശാസ്ത്ര തത്വങ്ങളിലൂടെ, സയൻസിലൂടെ ആണ് എല്ലാതരം ഈ ലോകത്തിലുള്ള സമ്പത്തുകളും നേടുന്നത്. നിന്നിലൂടെ ദേവന്മാർ ഈ യജ്ഞകർത്താവിനായി ആനയിക്കപ്പെടട്ടെ. ഈ സയൻസിലൂടെയാണ് ദേവതകളെയെല്ലാം നമ്മൾ ചേർത്തിട്ട് പുരോഗതിയിലേക്ക് നയിക്കും. ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. അഗ്നി ദേവതയാണ്, ഹൈഡ്രജൻ ദേവതയാണ്, ഓക്സിജൻ ദേവതയാണ്. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ചിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ എന്തായി മാറും? ജലമായി മാറും. അപ്പോൾ ദേവതകളെ ഏകോപിക്കുന്ന ഏതിലൂടെയാണ്? അവിടെ ഒരു സയൻസ് ഉണ്ട്. അപ്പോൾ സയൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും കൂട്ടിച്ചേർത്താൽ വെള്ളം ഉണ്ടാക്കാം. അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. എന്നാലും നമുക്ക് സയൻസിലൂടെ പല ദേവതകളെയും കൂട്ടിച്ചേർത്തിട്ട് പല വസ്തുക്കൾ ഉണ്ടാക്കാം. അരിയും വെള്ളം ഉപയോഗിച്ചിട്ട് ചോറുണ്ടാക്കാം. സമസ്ത ജീവജാലങ്ങൾക്കും നിന്നെ ആവശ്യമുണ്ട്. എല്ലാവർക്കും സയൻസ് ആവശ്യമുണ്ട്. ചെടികൾ, ഇപ്പം പശുക്കൾ ചെടികൾ ഭക്ഷിക്കുന്ന കണ്ടിട്ടുണ്ട്. പശു തന്നെ എല്ലാ പുല്ലൊന്നും തിന്നില്ല. അതിൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള പുല്ലുകൾ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്ത് അത് തിന്നുന്നത്. അപ്പോൾ അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പുല്ല് തിന്നുന്നത്. അല്ലാതെ കിട്ടിയതെല്ലാം വാരി വിളിച്ച് പുല്ല് പശു തിന്നില്ല. അപ്പോൾ ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറ്റുന്ന, ശരീരത്തിന് പറ്റുന്ന എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അതിൻ്റെ അവയവങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മണപ്പിച്ചാണോ എന്തോ അത് അതിനനുസരിച്ചാണ് പുല്ല് സെലക്ട് ചെയ്ത് ശരീരത്തിന് ഉപയോഗമുള്ള പുല്ലാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും എന്തിൻ്റെ ആവശ്യമുണ്ട്? സയൻസിൻ്റെ ആവശ്യമുണ്ട്. 13 ദേവത യജ്ഞമാണ്. അചലിതയാകുന്ന നിന്നിലൂടെ ഈ ഭൂമി ഉറച്ചു നിൽക്കട്ടെ. യജ്ഞത്തിലൂടെയാണ് ഈ ഭൂമി നിലനിൽക്കുന്നത്. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും നിൽക്കുന്നത് യജ്ഞത്തിലൂടെയാണ്. എന്തെല്ലാം യജ്ഞങ്ങൾ നടക്കുന്നു? ചിലവർ ചെടി നടുന്നു, ആ ചെടി പശുക്കൾ തിന്നുന്നു, ആ പശുക്കളെ പാല് നമ്മൾ കറന്നെടുക്കുന്നു. ഇങ്ങനെയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടാണ് യജ്ഞങ്ങൾ നടക്കുന്നത്. അപ്പം ഭൂമി ഉറച്ചു നിൽക്കുന്നത് തന്നെ ഭൂമിയാണെന്ന്. ഭൂമിയാണ്ടിക്ക് എന്ത് വേണം? ജീവജാലങ്ങളെല്ലാം ഉണ്ടാകണം. അതിനെ ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയാക്കുന്നത് യജ്ഞങ്ങളാണ്. നീ സുസ്ഥിരമാണ്. അത് സുസ്ഥിരമാണ്. യജ്ഞങ്ങൾ എല്ലാം സ്ഥായിയാണ്. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിന് മാറ്റമൊന്നുമില്ല. നടക്കുന്ന യജ്ഞങ്ങളെല്ലാം സ്ഥായിയാണ്. ഇപ്പം ചോറ് വെക്കുമ്പോഴും നമ്മളെപ്പോഴും ഒരേ പ്രക്രിയയാണ്. ആ പ്രക്രിയക്ക് മാറ്റമൊന്നുമില്ല. അരിയെടുക്കും, കഴുകും, വെള്ളത്തിലിടും. പിന്നെ ചിലപ്പോൾ അടുപ്പത്ത് വെക്കും, ചിലപ്പോൾ പ്രഷർ കുക്കറിൽ വെക്കും. ആ ഒരു വ്യത്യാസമല്ലാതെ അടിസ്ഥാനപരമായിട്ട് എല്ലാ യജ്ഞങ്ങളും സുസ്ഥിരമാണ്. ഈ ഉറച്ച യജ്ഞത്തിലൂടെ മധ്യാകാശം ഉറപ്പിക്കപ്പെടട്ടെ. ആകാശം ഉറപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? സയൻസിലൂടെ തന്നെയാണ്. നമുക്കൊരു ആകാശമുണ്ട്. ആകാശത്തിൽ നമുക്ക് സഞ്ചരിക്കാം വിമാനത്തിൽ. എന്തുകൊണ്ടാണ്? അത്രയും ഉറച്ച ഒരു വായു ഉള്ള ഒരു പ്രദേശം നമുക്ക് ഉണ്ട്. അവിടെ വായു ഉണ്ട്, ഓക്സിജൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനാലേ നമ്മളെ മധ്യാകാശം എന്ന് പറയുക. നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന അന്തരീക്ഷം. അവിടെ എന്ത് വേണം? ഓക്സിജൻ വേണം. അവിടെ ഓക്സിജൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്
വിമാനങ്ങളെല്ലാം ഇത്ര ഉയരത്തിൽ വരെ പോകാമെന്ന് പറയുന്നത്. വിമാനങ്ങൾ ഇത്ര ഉയരത്തിൽ വരെ പോകും. എന്തുകൊണ്ട്? അത്ര വരെ ഓക്സിജൻ പ്രകൃതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് യജ്ഞത്തിലൂടെ. അവിടെയല്ല യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്. മനുഷ്യർ വായുവിലെ ഓക്സിജനെ വലിച്ചെടുത്ത് ഉപയോഗിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ വായുവിൻ്റെ അളവ് കുറയുമ്പോൾ പ്രകൃതി എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? വേറൊരു യജ്ഞം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെടികൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് നമ്മൾ കളയുന്നതിനെ എടുത്തിട്ട് മറിച്ച് ഓക്സിജനാക്കി മാറ്റും. അപ്പം അതിനുള്ള എല്ലാ യജ്ഞങ്ങളും പ്രകൃതി നടത്തുന്നുണ്ട് പല തരത്തിൽ. അങ്ങനെയാണ് ഈ മധ്യാകാശം ഉറച്ചു നിൽക്കുന്നത്. സ്വർഗവും നീ ഉറപ്പിച്ചു നിൽക്കുന്നു. സ്വർഗത്തെയും ഉറപ്പിച്ച് നിൽത്തിട്ടുണ്ട്. സ്വർഗം എന്ന് പറഞ്ഞാൽ 7 ലോകങ്ങൾ. 7 ലോകങ്ങളെ എങ്ങനെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്? 49 മരുത്തുക്കളാക്കി മാറ്റി ആ മരത്തിൻ്റെ അകത്ത് കുറേ നക്ഷത്രങ്ങളെ ഉണ്ടാക്കി അതെല്ലാം ഒരു പ്രത്യേക ഭ്രമണപഥങ്ങളിൽ സ്ഥാപിച്ച് വീണുപോകാതെ എല്ലാം സംരക്ഷിച്ച് വെക്കുന്നു. അവിടെ ഓരോന്നും കറങ്ങുന്നതിൻ്റെ അനുസരിച്ചാണ് പ്രകൃതിയിൽ മഴ പെയ്യുന്നതെല്ലാം. ഈ കറക്കത്തിനനുസരിച്ച് അതെല്ലാം ഓരോ യജ്ഞങ്ങളാണ്. അതെല്ലാം സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പിച്ച് തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. കാലാവസ്ഥ ഉണ്ടാകുന്നതെല്ലാം ഗ്രഹങ്ങൾ ഒരു പ്രത്യേക തരത്തിൽ ഉറപ്പിച്ച ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെയാണ്. നീ പ്രപഞ്ചാഗ്നിയെ ജ്വലിപ്പിക്കുന്ന ഇന്ധനമാകുന്നു. അതെ, എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കേണ്ട സംവിധാനങ്ങൾ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജീവജാലങ്ങൾ നിലനിൽക്കുന്നതിന് അതിനുള്ള ഇന്ധനം ആവശ്യമുണ്ട്, ഊർജം ആവശ്യമുണ്ട്. അതിനുള്ള ഊർജ്ജമെല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഭൂമിയിൽ മനുഷ്യർ ജീവിക്കേണ്ട അന്തരീക്ഷം ചൂട് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജീവജാലങ്ങൾക്ക് പറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ നാട്ടിൽ അതാത് തരത്തിലുള്ള ജീവജാലങ്ങൾക്ക് ഇവിടെ കാണാത്ത ജീവികൾ വേറെ തണുപ്പുള്ള സ്ഥലത്ത് കാണും. അതിന് പറ്റിയ അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി 14 ദേവത ഈശ്വരനും യജ്ഞവുമാണ്. 14 ദേവത. നല്ല ബുദ്ധിയുള്ളവർ തങ്ങളുടെ മനസ്സിനെ, അപ്പോൾ ഇവിടെ ബുദ്ധിയുള്ള മനുഷ്യന്മാർ, ചിന്തിക്കുന്ന മനുഷ്യർ സമസ്ത കർമ്മങ്ങളും അവരുടെ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്ന ബുദ്ധിയുള്ളവർ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ബോധയുക്തമായി ബുദ്ധി അറിഞ്ഞു. നമ്മുടെ ബോധത്തിൽ ബുദ്ധി ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്. അങ്ങനെ കർമ്മം ചെയ്യുന്നവർ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഈശ്വരൻ. ഈശ്വരനെ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു ശക്തിവിശേഷമുണ്ട്. ഈ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഒരു ശക്തിവിശേഷമുണ്ട്. ആ ശക്തിവിശേഷത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് മനുഷ്യൻ? അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച്, ബുദ്ധിമാന്മാരായവർ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഈശ്വരനെ മനസ്സിലാക്കുന്നത്. എന്നിട്ട് പ്രപഞ്ചത്തിൻ്റെ യജ്ഞം, പ്രപഞ്ചത്തിൽ നടക്കുന്ന യജ്ഞങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുന്നു. പ്രപഞ്ചത്തിൽ യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്, അതെന്താണെന്ന് തിരിച്ചറിയുന്നു. എന്ത് യജ്ഞമാണ്? ഈശ്വരന് വേണ്ടിയുള്ള യജ്ഞമാണ്. അപ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഈശ്വരൻ. ആ ഈശ്വരൻ എന്തിനാണോ പ്രപഞ്ചം സൃഷ്ടിച്ചത്, ആ പ്രപഞ്ചം സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്, ആ സൃഷ്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അവരെല്ലാമാണ് യജ്ഞം ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ആ ഈശ്വരൻ ഉദ്ദേശിച്ച ലോകമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ ബുദ്ധിമാന്മാർ ഈശ്വരനെ മനസ്സിലാക്കിയിട്ടാണ് യജ്ഞം ചെയ്യുന്നത്. എന്നിട്ട് എന്ത് നിശ്ചയിക്കുന്നു? ആ ഈശ്വരനാണ് നമ്മുടെ യജ്ഞങ്ങളെ പൂർണ്ണമാക്കുന്നത്, നിറവേറ്റിത്തരുന്നത്. അപ്പം ഈശ്വരനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിൽ ആ യജ്ഞം വിജയിക്കും. കാലത്തെ മുന്നോട്ടേക്ക് നയിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള യജ്ഞമാണ് നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ ആ ഈശ്വരൻ അത് നിറവേറ്റിത്തരും. അപ്പം നമ്മളെ കാര്യങ്ങൾ വിജയിക്കണ്ടെങ്കിൽ
ഈശ്വരൻ എന്തൊരു ലോകത്തിലേക്കാണോ ഈ ലോകത്തെ നയിച്ചു കൊണ്ടുപോകുന്നത് അതിനനുസരിച്ചുള്ള യജ്ഞം ചെയ്യണം. അത് ഈശ്വരൻ അപ്പം നിറവേറ്റി തരും അത്തരം യജ്ഞങ്ങൾ. അങ്ങനെയുള്ള ഈശ്വരൻ്റെ മഹിമ ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ശക്തി വിശേഷമുണ്ട്. അതാണ് ഒരു സുന്ദരമായ ബ്രഹ്മാണ്ടം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അവസാനം ഒരു സുന്ദരമായ ലോകം, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം കഴിഞ്ഞിട്ട് കലിയുഗത്തിൻ്റെ അവസാനമാകുമ്പോൾ ഒരു സുന്ദരമായ ലോകമുണ്ടാക്കും. അതിനേക്കുള്ള യജ്ഞങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ആ യജ്ഞത്തിന് വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നമ്മളെ യജ്ഞങ്ങളും അതിന് യോജിച്ചതാണെങ്കിൽ ആ ഈശ്വരൻ അത് നിറവേറ്റിത്തരും. ഈ തത്വം ആര് മനസ്സിലാക്കുന്നു? ബുദ്ധിയുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നു. ഇനി 15 വിഷ്ണുവാണ് ദേവത. അത് എല്ലായിടവും നിറഞ്ഞിരിക്കുന്നതും എല്ലാം കാണുന്നവനായ ഈ ഈശ്വരൻ, അതിനെ വിഷ്ണുവായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. കാരണം ആ ഈശ്വരൻ 3ആയി തിരിഞ്ഞു: സൃഷ്ടി, സ്ഥിതി, സംരക്ഷിക്കുന്ന, നശിപ്പിക്കുന്ന അവസാനമാണ്, ആവശ്യം കഴിയുമ്പോഴാണ്. സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അപ്പം നമ്മളെ സംരക്ഷിക്കുന്ന ആ ശക്തിയായിട്ട് ആ ഈശ്വരൻ തിരിഞ്ഞു. അതിനെയാണ് നമ്മൾ വിഷ്ണു എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന എല്ലാ കർമ്മത്തിൻ്റെയും, അത് തീരുമാനിച്ച കർമ്മത്തിൻ്റെയും, അതെന്താണ് ഉദ്ദേശിച്ചത്? ഈ കാലഘട്ടത്തിൽ പുരോഗതി ഉണ്ടാകണം. ആ കർമ്മത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ശക്തിക്കാണ് വിഷ്ണു എന്ന് പറയുന്നത്. അതെന്തിട്ടുണ്ട്? അത് ഈ വിശ്വത്തെ വ്യാപിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലുതാക്കി നിർത്തിയിരിക്കുന്നു. പുരോഗമനത്തിലൂടെ വ്യാപിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. എങ്ങനെയാണ് വ്യാപിക്കുന്നത്? ലോകം പുരോഗമിക്കുകയാണ്. ഗോത്രകാലഘട്ടത്തിൽ നിന്ന് നമ്മളിപ്പോൾ എത്രയോ വ്യാപിച്ചിട്ട് പുരോഗതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതാരാണ്? അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ശക്തിക്കാണ് വിഷ്ണു എന്ന് പറയുന്നത്. അദ്ദേഹം തൻ്റെ പാദങ്ങളെ 3ആയി സ്ഥാപിച്ചിരിക്കുന്നു. അദ്ദേഹം ലോകത്തെ 3ആയി തിരിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അതായത് ലോകത്തിലെല്ലാത്തിനെയും 3ആക്കി തിരിച്ചിട്ടുണ്ട്. എന്താണ് 3 കാലടി വെച്ചിട്ട് 3 ലോകങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. സത്വ, രജോ, തമോ ഗുണങ്ങൾ എന്നീ 3 ഗുണങ്ങളുണ്ട്. ജ്യോതിഷപരമായിട്ട് ഓരോ ഗ്രഹത്തിനും ഉച്ചസ്ഥാനം, മധ്യസ്ഥാനം, നീചസ്ഥാനമുണ്ട്. മേടത്തിൽ സൂര്യൻ ഉച്ചനാണ്. ചിങ്ങത്തിൽ ശാന്തമായ മധ്യസ്വഭാവമാണ്. അതുകൊണ്ടാണ് സുഖമായ കാലാവസ്ഥ. മേടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള തുലാരാശിയിൽ സൂര്യന് ഏറ്റവും ബലം കുറവാണ്. അപ്പോൾ അതായത് ഓർബിറ്റിൽ ചുറ്റുന്നത് കൊണ്ടാണ് ഇങ്ങനെ 3 സ്ഥാനം വന്നത്. അല്ലാതെ സൂര്യന് ചുറ്റും ഒരേ വട്ടത്തിലായിരുന്നു ചുറ്റിയിരുന്നെങ്കിൽ എപ്പോഴും സൂര്യനിൽ നിന്നുള്ള ദൂരം ഒരേപോലെ ആകുമായിരുന്നു. അപ്പോൾ സീസണല്ല ഒരേപോലെയാണ്. ചൂടാണെങ്കിൽ എപ്പോഴും ചൂട്. അങ്ങനെയുള്ള സ്ഥലത്ത് ജീവജാലങ്ങൾ ഉണ്ടാവില്ല, മഴ പെയ്യില്ല. ഈ മഴയെല്ലാം വരാൻ കാരണം ഇങ്ങനെ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചുറ്റുമ്പോഴാണ്. അപ്പോൾ അതിനെന്തുണ്ട്? ഉച്ചസ്ഥാനമുണ്ട്, മധ്യസ്ഥാനമുണ്ട്, നീചസ്ഥാനം. അതിനനുസരിച്ചാണ് സീസൺസ് ഉണ്ടാകുന്നത്. അതെല്ലാം ആര് ചെയ്തതാണ്? വിഷ്ണുവാണ്. ഏത് അവതാരത്തിലൂടെ? വാമനാവതാരത്തിലൂടെ. ഇനി 16 വിഷ്ണുവിനെ പറ്റി തന്നെയാണ്. പ്രകാശിച്ചു നിൽക്കുന്ന ദിവ്യ തേജസ്സായ സൂര്യദേവ. സൂര്യനെ അവിടെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. ആര്? വിഷ്ണുവിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതെന്ത് ചെയ്യാണ്? അവിടെ നിന്ന് പ്രകാശിച്ച് കൊണ്ട് നിൽക്കുകയാണ്. അതോടെ നിന്നിട്ട് എന്ത് പറയുകയാണ്? നീ സ്വർഗത്തിലും സ്വർഗത്തിലും നല്ല ധാന്യങ്ങളും ക്ഷീര ഗോക്കളെയും കൃഷിയോഗ്യമായ പാടങ്ങളും നിറച്ചിരിക്കുന്നു. ഇവിടെയും സ്വർഗത്തിലും ഭൂമിയിലും സ്വർഗത്തിലെല്ലാം എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? നല്ല ധാന്യങ്ങളും ക്ഷീരങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന വയലുകളും പശുക്കളെയും ഗോക്കളെയും എല്ലാം നീ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. സ്വർഗത്തിലുണ്ടെന്ന് പറയാം. അപ്പം സൂര്യൻ ഇവിടെ മാത്രമല്ല സൂര്യനും ഭൂമിയുള്ളത്.
ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെല്ലാം സൂര്യന്മാരാണ്. അപ്പോൾ അവിടെയെല്ലാം ഭൂമി ഉണ്ടാകാം, അവിടെയെല്ലാം പശുക്കളും കൃഷിയും ധാന്യങ്ങളും മനുഷ്യരും എല്ലാം ഉണ്ടാകാമെന്നാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം സൂര്യൻ എന്ന് പറയുന്നത് ഈ സൂര്യൻ മാത്രമല്ല, എല്ലാ നക്ഷത്രങ്ങളും തന്നെയാണ്. ആധുനിക സയൻസ് പറയുന്നത് സൂര്യൻ തന്നെയാണ്. അപ്പോൾ സൂര്യൻ ഭൂമിയിലും സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലും മാത്രമല്ല, ഇതേപോലെ സൂര്യന്മാർ ആകാശത്ത് സ്വർഗത്തിൽ മുഴുവനുണ്ട്. ഈ 7 ലോകങ്ങളുണ്ട്. ആ ലോകത്തിൽ നിറയെ സൂര്യന്മാരുണ്ട്. അവിടെയെല്ലാം അവിടുത്തെ സൂര്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ധാന്യങ്ങളും ക്ഷീരം നൽകുന്ന മൃഗങ്ങളെയെല്ലാം യഥേഷ്ടം, അതായത് കൃഷിയോഗ്യമായ പാടങ്ങളും എല്ലാം അവിടെ നിറച്ചു വെച്ചിട്ടുണ്ട്. ഇവ മനുഷ്യർക്ക് സന്തോഷവും സന്തുഷ്ടിയും നൽകുന്നതാണ്. അങ്ങനെ ഭൂമിയിൽ കൃഷി സൂര്യൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് കാരണം നേരത്തെ പറഞ്ഞു, സൂര്യന് ചുറ്റും ഭൂമി എലിപ്റ്റിക്കലിൽ ചുറ്റുന്നതുകൊണ്ടാണ് സീസൺസ് ഉണ്ടായത്, മഴ പെയ്യുന്നത്. അതുകൊണ്ട് അതെല്ലാം മനുഷ്യർക്ക് എന്ത് നൽകുന്നതാണ്? സന്തോഷവും സന്തുഷ്ടിയും നൽകുന്ന കാര്യമാണ്. നിന്നിൽ നിന്നും വരുന്ന രശ്മികൾ എന്തും ചെയ്യുന്നുണ്ട്? ഭൂമിയെ പ്രകാശമാനമാക്കുന്നു. അപ്പം സൂര്യൻ എന്തെല്ലാം ഗുണങ്ങളാണ് ചെയ്യുന്നത്? നമുക്ക് വെളിച്ചം തരുന്നുണ്ട്. ഭൂമിയിൽ പശുക്കളും കൃഷിയെല്ലാം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, 7 ലോകങ്ങളിലും ആകാശത്തിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളെല്ലാം സൂര്യനാണ്. ആ സൂര്യന്മാരെല്ലാം അവരുടെ ഗോളങ്ങളിൽ മനുഷ്യരെയും കന്നുകാലികളെയും കൃഷിസ്ഥലങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് 16ാമത്തെ മന്ത്രത്തിലൂടെ പറയുന്നത്. ഇനി 17ലും വിഷ്ണു തന്നെയാണ് ദേവത. നിങ്ങൾ മംഗളകരമായ വാർത്തകളാണ് ഉറക്കെ വിളംബരം ചെയ്യുന്നത്. ഇപ്പം ഇവിടെ വിളംബരം ചെയ്ത വാർത്ത തന്നെ വളരെ വലിയ വാർത്തകളാണ്. എന്താണ്? ഈ ഭൂമിയിൽ മാത്രമല്ല, കൃഷിയും മനുഷ്യരും ഗോക്കളുമെല്ലാം ഉള്ളത്. പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് സൂര്യന്മാരുണ്ട്. അവർക്ക് ചുറ്റും എന്തുണ്ട്? ഭൂമികളുമുണ്ട്. അപ്പം അത് വലിയൊരു വിളംബരമാണ് നടത്തിയിരിക്കുന്നത്. എന്നിട്ട് അവരോട് പറയാണ്, എല്ലാ ദേവതകളും സൂര്യൻ ഉദിച്ചു പൊങ്ങുന്ന ദിശയെ ലക്ഷ്യമാക്കി നീങ്ങിയാലും, എല്ലാ ദേവതകളും സൂര്യൻ ഉദിച്ചു പോകുന്ന ദിശയെ ലക്ഷ്യമാക്കി നീങ്ങിയാലും, അപ്പം സൂര്യൻ ഉദിച്ചു വരുന്നതിനനുസരിച്ചാണ് എല്ലാ ദേവതകളും ചലിക്കുന്നത്. അപ്പം സൂര്യൻ കിഴക്കുദിക്കുമ്പോൾ രാവിലെ മനുഷ്യനാണ് ഇറങ്ങിയിട്ട് ഒരു ദിശയിലേക്ക് പോകുമ്പോൾ, ഓഫീസിലേക്കോ സ്കൂളിലേക്കോ പോവുകയാണെങ്കിൽ വൈകുന്നേരത്ത് അവിടെ നിന്ന് നേരെ തിരിച്ചിങ്ങോട്ടേക്ക് വരികയാണ്. കാരണം സൂര്യൻ ഇതൊരു ദിശയിലായി. സൂര്യൻ നേരെ അപ്പുറത്ത് പോകുമ്പം കിടന്നുറങ്ങുകയാണ്. അപ്പോൾ സൂര്യൻ്റെ ദിശയിലേക്കാണ് എല്ലാ ദേവതകളും സൂര്യനെ നോക്കിയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചാണ്. അതുകൊണ്ടാണ് കടൽ തീരത്തെല്ലാം പോയി കഴിഞ്ഞാൽ തെങ്ങ് എങ്ങോട്ടേക്ക് സൂര്യനെ നോക്കി ഏത് ചെടി നട്ട് കഴിഞ്ഞാലും, അത് ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. പരീക്ഷണം. ജനലിൻ്റെ അടുത്ത് ഒരു കുപ്പിയിൽ ചെടി നട്ടിട്ട് സൂര്യനെ നോക്കി ചെടി വളരും, വേര് എതിര് പോകുന്നല്ലോ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി നീങ്ങിയാലും യജ്ഞമനുഷ്ഠിക്കുകയും ആ യജ്ഞത്തെ ഉന്നതിയിലേക്ക് അനുഗമിക്കുകയും ചെയ്യുക. അപ്പം സൂര്യൻ്റെ അടിസ്ഥാനമാക്കിയാണ് മനുഷ്യർ യജ്ഞം നടത്തുന്നത്. ആ യജ്ഞം ഉന്നതിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാവരും ചാടിപ്പിടിച്ച് ഓഫീസിൽ പോകും, ഗവേഷണം നടത്തും, പുതിയ കണ്ടുപിടുത്തത്തിന് വേണ്ടി ചിന്തിച്ചു കൊണ്ടേയിരിക്കും. ഉച്ചയാകുമ്പോൾ ഏകദേശം തളരും. കാരണം സൂര്യൻ നേരെ മുകളിലെത്തും. രാവിലെ ഭക്ഷണം ഉണ്ടാക്കും, എല്ലാം തിരക്കിലാണ്. അപ്പം എല്ലാം സൂര്യനെ അനുസരിച്ചാണ്. പക്ഷേ എല്ലാ ജീവജാലങ്ങളെയും സൂര്യൻ്റെ അനുസരിച്ചല്ല കർമ്മത്തിന് ചെയ്തത്. സൂര്യൻ്റെ അത് ശരീരത്തിൻ്റെ ഘടനയനുസരിച്ചിരിക്കും. ഉദാഹരണമായിട്ട്
നമ്മളെല്ലാം പകലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രി വർക്ക് ചെയ്യുന്ന ജീവികളുണ്ട്, പാമ്പുമെല്ലാം, എലികളെല്ലാം, അതും അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രാത്രി. അപ്പോൾ അതെല്ലാം സൂര്യനുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് തന്നെയാണ്. അവരുടെ ശരീരഘടന എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ അത് അടങ്ങി നിൽക്കണം, ഒളിച്ചു കിടക്കണം. നമ്മൾ ഒളിക്കുമ്പോൾ അത് ഇടിച്ച് കിടക്കണം. ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ദ്വയമായിട്ടാണ്. ഇതെല്ലാം സൂര്യനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സൂര്യന് കാണുമ്പോൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അത് നേരെ ദ്വയം, സൂര്യനെതിരായ ഒളിച്ചു കിടക്കുന്ന ടെൻഡൻസി. എല്ലാം ഇൻഡയറക്റ്റ്ലി സൂര്യനായിട്ട് ബന്ധിപ്പിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ സൂര്യനനുസരിച്ച്, സൂര്യൻ്റെ ചലനമനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ലോകത്തിൽ പുരോഗതി ഉണ്ടാകും, ഉന്നതി ഉണ്ടാകും. ഒരു കാരണവശാലും അതിൽ നിന്ന് മാറിപ്പോകരുത്. പറയുന്നതിൻ്റെ അർത്ഥം സൂര്യനാണ് നമ്മുടെ നാഡികളിലൂടെ എല്ലാ ജീവജാലങ്ങളുടെയും, നമ്മുടെ നാഡികളിലൂടെയും മാത്രമല്ല രാത്രി എണീച്ച് നടക്കുന്ന പാമ്പുകളുടെ നാഡികളിലൂടെയും സൂര്യൻ തന്നെയാണ് ചലിക്കുന്നത്. സൂര്യൻ്റെ ചലനമനുസരിച്ചാണ് അവ ചലിക്കുന്നത്. അതിൽ നിന്നും മാറിപ്പോകരുത്. അതിൽ നിന്നും മാറിപ്പോകാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ ചിന്തകളെല്ലാം ആ നാഡികളിലൂടെയുള്ള ഈ ഗ്രഹങ്ങളുടെ സ്വാധീനമാണ് ചിന്തകൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് ഓടിപ്പോകുന്നത്. നമുക്ക് സ്വതന്ത്രമായ ചിന്ത ഇല്ല. വിശ്രമിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സങ്കേതങ്ങൾ എത്തിച്ചേർന്നാൽ വിശ്രമിക്കേണ്ട സമയവും അത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സങ്കേതങ്ങളിൽ എത്തുക. വൈകുന്നേരമാകുമ്പോൾ പൊതുവേ മനുഷ്യർ തിരിച്ചു വീട്ടിലേക്ക് വരും, പക്ഷികൾ വീട്ടിലേക്ക് വരും, കൂട്ടിലേക്ക് വരും. അപ്പം എല്ലാത്തിനും ഒരു സങ്കേതം തീരുമാനിച്ചിട്ടുണ്ട്. അതിന് നിശ്ചയിച്ച സമയം. നമ്മൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ, വീട്ടിലേക്ക് മടങ്ങുമ്പോൾ, കാക്കകളെല്ലാം കൂട്ടിലേക്ക് മടങ്ങുമ്പോൾ, സൂര്യൻ്റെ ദിശ പടിഞ്ഞാറെത്തുമ്പോൾ, അസ്തമിക്കാൻ പോകുമ്പോൾ നമ്മളെല്ലാം വീട്ടിലേക്കും, ചില പക്ഷികളെല്ലാം, കാക്കയെല്ലാം കൂട്ടിലേക്കും മടങ്ങുമ്പോൾ, കടവാതിലുകളും വവ്വാലുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നതാണ്. പാമ്പും തല ഇങ്ങനെ പുറത്തേക്കിട്ട് നോക്കും, ആയോ നമുക്ക് വരാമെന്നുള്ളത്. എലികളും തല പൊക്കി നോക്കും. അപ്പം ഇതെല്ലാം, അപ്പം ഉറങ്ങേണ്ട വിശ്രമത്തിന് വേണ്ടി നിങ്ങളുടെ സങ്കേതങ്ങൾ എത്തിച്ചേർന്നാലും ഉറങ്ങേണ്ട സമയം നിങ്ങൾ സങ്കേതത്തിലെത്തിക്കോളൂ. ഒരിക്കലും തന്നെ എനിക്ക് വിഷമങ്ങൾ ഉണ്ടാക്കരുത്. ആർക്ക്? വിഷ്ണുവിന്. വിഷ്ണുവാണ് ഇതെല്ലാം ചിട്ടവട്ടം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എനിക്ക് ദോഷമായി തീരരുത്. എനിക്ക് ദോഷമായിട്ടപ്പോഴാ തീരുന്നത്? രാത്രി കിടന്നുറങ്ങേണ്ട നമ്മൾ കത്തിയും പാരയായിട്ട് ഇറങ്ങുന്നവരുമുണ്ട്. അത് എനിക്ക് പാരയാക്കുന്ന പരിപാടികളാണ്. അതിന് വിഷ്ണുവിന്. നിങ്ങൾ രാത്രി പോയി കിടന്നുറങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എല്ലാ ജീവജാലങ്ങളും കിടക്കാനും, മനുഷ്യരിൽ തന്നെ ദ്വയമുണ്ട്. ചിലവർ രാത്രിയാണ് ആക്റ്റീവെങ്കിൽ ചിലവർ പകലാണ് ആക്റ്റീവ്. എല്ലാം ദ്വയമാണ്. പക്ഷേ രാത്രി ആക്റ്റീവ് ആവുന്നവരും രാത്രി ആക്റ്റീവായ ആൾക്കാരുണ്ട്. കാവൽക്കാരെല്ലാം രാത്രി ആക്റ്റീവായേ പറ്റും, എന്തിനെ? കള്ളനെ പിടിക്കാൻ. പക്ഷേ അത് വിഷ്ണു തീരുമാനിച്ച തന്നെയാണ്. അല്ലാതെ എനിക്ക് പാരയാകരുത് എന്ന്, എനിക്ക് വിഷമങ്ങൾ ഉണ്ടാക്കരുത്. ഒരു സിസ്റ്റം നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വിഷ്ണു. അതിനനുസരിച്ച് എല്ലാവരും കഴിയുക. നിങ്ങൾ എല്ലാവരും ഭൂമിയുടെ ഉന്നതങ്ങളിൽ ഇരുന്ന് സന്തോഷിച്ചാലും, അങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിങ്ങളെല്ലാം തന്നെ സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടുവാനാണ് പറയുന്നത്. 18നും ദേവത വിഷ്ണു തന്നെയാണ്. വിഷ്ണുവിൻ്റെ വീര്യത്തെപ്പറ്റി ഞാൻ പറയാം. വിഷ്ണുവിന് വലിയ വീര്യമുണ്ട്. അതായത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ട്. അത് സൂര്യനിലൂടെയെല്ലാം ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ വീര്യത്തെ ഞാൻ പറയാം. ഭൂമിയുടെ പുറത്തുള്ള സകല ലോകങ്ങളും അവനാൽ അളക്കപ്പെട്ടിരിക്കുന്നു. ഈ വിഷ്ണു ഭൂമിയുടെ പുറത്തുള്ള ലോകം എന്ന് പറഞ്ഞാൽ 7 ലോകങ്ങളും 49 മരുത്തുക്കളും അവൻ അളന്നതാണ്. ഒരു പാദം സ്വർഗത്തിലാണ് വെച്ചത്. അപ്പം അവൻ്റെ കാൽ കീഴിലാണ് ലോകത്തുള്ള എല്ലാ സംഭവങ്ങളും നടക്കുന്നത്, ഈ ഭൂമിയിൽ മാത്രമല്ല. അപ്പോൾ അവൻ എത്ര മഹാനാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. അവൻ്റെ വലിപ്പം എന്താണ്? ആ ലോകം മുഴുവൻ കണ്ണുള്ളവനാണ്.
ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നവനാണ്. ആകാശത്തിനും മറുവശത്തായ ശൃംഗത്തിൽ ദീർഘമേറിയതും വിശാലമായ 3 പാദങ്ങൾ അവൻ സഞ്ചരിക്കുന്നു. 3 പാദങ്ങളായിട്ടും 3 ലോകങ്ങളിലും ആകാശത്തിനും മുകളിലുമെല്ലാം അവൻ സഞ്ചരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങൾ, ഭൂമിക്ക് മുകളിലുള്ള എല്ലാ ലോകത്തിലും അവൻ്റെ പാദമെത്തിയിട്ടുണ്ട്. ഭൂമിയിലെല്ലായിടത്തും അവൻ്റെ പാദമുണ്ട്. ഭൂമിക്ക് താഴെയിലുള്ള മണ്ണിലും മണ്ണിൻ്റെ അടിയിലുള്ള ആറ്റങ്ങളിലും എല്ലാം. ഭൂമിക്ക് പാതാളെന്നോ താഴത്ത് എന്ന് പറഞ്ഞാൽ മാന്തി നോക്കിയല്ല വേണ്ട. ഭൂമി മാന്തി നോക്കിക്കഴിഞ്ഞാൽ പലതരം മണ്ണുകൾ കിട്ടും, സ്വർണ്ണങ്ങൾ കിട്ടും, ഖനികൾ കിട്ടും, അതിൻ്റെ ആറ്റങ്ങളെ കിട്ടും. ആറ്റത്തിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ഇതാണ് അതിൻ്റെ ഘടന. അവിടെയെല്ലാം അവൻ്റെ പാദം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്തിച്ചേരാതെ, അതിൻ്റെ നിയന്ത്രണമില്ലാതെ ഒരു സംഗതി ഈ ലോകത്തിലില്ല. നീ ദിവ്യതേറിയ സൂര്യനാവുന്നു. ഈ പ്രപഞ്ചത്തിൽ എത്ര സൂര്യനുണ്ട്? കോടിക്കണക്കിന് എല്ലാ നക്ഷത്രങ്ങളും സൂര്യനാണ്. അതിലൂടെയാണ് എല്ലാ ഭൂമികളെയും നിയന്ത്രിക്കുന്നത്. ഈ സൂര്യനിലൂടെയാണ് പ്രപഞ്ചത്തിലുള്ള ഈ എണ്ണിയാൽ തീരാത്ത 7 ലോകങ്ങളിലുള്ള സൂര്യനിലൂടെയാണ് അത് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. ഇനി 19 വിഷ്ണുവിനെ പറ്റിയാണ്. ദിവ്യതയേറിയ അല്ലയോ വിഷ്ണു. ഈ വിഷ്ണു വളരെ ദിവ്യനാണ്. നീ എവിടെ നിന്നായാലും, വേടിക്ക് ആകാശത്ത് നിന്നായാലോ, സ്വർഗത്ത് നിന്നായാലോ, ഭൂമിയിൽ നിന്നായാലോ, അന്തരീക്ഷത്തിൽ നിന്നാട്ടോ ആയോ, ഞങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും നീ കൊണ്ടു തരിക സൂര്യനിലൂടെ. അപ്പം സൂര്യൻ തന്നെ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു, ആ വിഷ്ണു ആണെന്ന് പറഞ്ഞു. അപ്പം സൂര്യനോട് പറയുന്നത് തന്നെയാണ് വിഷ്ണുവോടും പറയുന്നത്. സൂര്യൻ എവിടെയുണ്ട്? പ്രപഞ്ചം മുഴുവനുണ്ട്. ആ പ്രപഞ്ചത്തിലെല്ലാം വ്യാപിച്ചു കിടക്കുന്ന വിഷ്ണുവോട് സൂര്യനിലൂടെ നമുക്കെന്ത് തരിയാൻ പറയാണ്? എല്ലാ ഐശ്വര്യങ്ങളും കോരിയെടുത്ത് നൽകുവാൻ പറയുകയാണ്. എന്നിട്ട് അതിന് അനുഭവിക്കുവാൻ നമ്മളെ അനുവദിച്ചാലും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിക്കുവാൻ നമ്മളെ അനുവദിച്ചാലും, അങ്ങനെ അനുവദിക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്ന, ഭൂമിയിലെല്ലാം ഏകദേശം തീർന്നത് കൊണ്ടാണ് ചന്ദ്രനിൽ പോയി താമസിക്കാനും ചൊവ്വയിൽ പോയി താമസിക്കാനെല്ലാം ശ്രമിക്കുന്നത്. അപ്പം ഈ ലോകത്തിലല്ല, ഏത് അന്തരീക്ഷത്തിലെയും എല്ലാം അനുഭവിക്കുവാനുള്ള അവസരം നമുക്കുണ്ടാക്കി തരുവാണ്. അപ്പം നമ്മളെന്ത് വേണം? ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കരുത്. നമുക്ക് ചന്ദ്രനിലും പോയി സുഖമായി താമസിക്കണം, ചൊവ്വയിലും പോയി സുഖമായിട്ട് താമസിക്കണം. എല്ലായിടത്തും പോയിട്ട് അവിടുത്തെ എല്ലാം ഐശ്വര്യങ്ങൾ അനുഭവിക്കാൻ നീ നമ്മളെ സഹായിക്കണം. എങ്ങനെ? ബുദ്ധിയും തന്നിട്ട് അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് റോക്കറ്റ് കയറിയിട്ട് അവിടെ പോയിട്ട് സുഖമായിട്ട് താമസിക്കും. 2 കൈകളും നീട്ടിക്കൊണ്ട് നമുക്ക് ഈ സൗഭാഗ്യം തന്നാലും, അവിടെ ഇരുന്നു കൊണ്ട് എവിടെ ഇരുന്നാലും വേണ്ടിയില്ല, നിങ്ങൾ എവിടെ ഇരുന്നാലും വേണ്ടിയില്ല, അവിടെ നിന്നിട്ട് അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കാൻ ഉള്ള 2 കൈകളും നീട്ടിക്കൊണ്ട് ഞങ്ങൾക്കായി തന്നാലും. അപ്പം അങ്ങ് 7 ലോകത്തിലാണ് ഇരിക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്നും നമുക്ക് സൗഭാഗ്യങ്ങൾ കൈനീട്ടിത്തരാം. അത് വരൂ അവിടെ വന്നിട്ട് താമസിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പറ്റുമെങ്കിൽ നമ്മൾ അവിടെയും റോക്കറ്റ് കയറിയിട്ട് പോയിട്ട് താമസിക്കും. അങ്ങനെ ഈ ലോകത്തിലുള്ള എത്രയെല്ലാം സൗഭാഗ്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ അതെല്ലാം അനുഭവിക്കാനുള്ള സാഹചര്യം നീ ഞങ്ങൾക്ക് തരിക എന്ന് പറയുകയാണ്. അതുകൊണ്ട് ആ വിഷ്ണുവിന് ഞാൻ എല്ലാം അർപ്പിക്കുന്നു. ഇതെല്ലാം ഞാൻ വിഷ്ണുവിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ആർക്ക് വേണ്ടിയാണ്? വിഷ്ണുവിന് വേണ്ടിയാണ്. നമ്മളിവിടെ നിന്ന് റോക്കറ്റെല്ലാം ഉണ്ടാക്കിയിട്ട് ചന്ദ്രനിൽ പോയി താമസിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സുഖം കിട്ടുന്നുണ്ട്. പക്ഷെ എന്തിനും കൂടിയാണ്? നാളെ ഇവിടെ പ്രളയമുണ്ടാകുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് രക്ഷപ്പെടാനുള്ള വേദിയാണ് ചിലപ്പോൾ ചന്ദ്രനിൽ പോയിട്ടായിരിക്കും രക്ഷപ്പെടുക. അതെല്ലാം ആരുടെ പ്ലാനാണ്? വിഷ്ണുവിൻ്റെ പ്ലാനാണ്. പ്രളയം നടക്കുമ്പോൾ കുറേ പേര് ബോട്ട് കയറി രക്ഷപ്പെടുന്നല്ല എഴുതി വെച്ചിട്ടില്ലേ? അതാരെ എഴുതി വെച്ചതാണ്?
വിഷ്ണു തീരുമാനിച്ച മാതിരിയാണ്. ഇപ്പം ബോട്ട് കയറിയിട്ട് അല്ലെങ്കിൽ റോക്കറ്റ് കയറിയിട്ട് അവിടെ പോകണമെങ്കിൽ ചന്ദ്രനിൽ പോകാനുള്ള സാഹചര്യം നമ്മൾ അതിന് മുമ്പേ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ്? വിഷ്ണുവിന് വേണ്ടി തന്നെയാണ്. ലോകം പ്രളയത്തിൽ നശിക്കുമ്പോൾ കുറേ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ റോക്കറ്റിലെല്ലാം കയറിയിട്ട് പലയിടത്ത് പോകുന്നത്. ഇനി 20 അതും വിഷ്ണു തന്നെയാണ്. തൻ്റെ വീര്യകൃത്യങ്ങളാൽ ആ വിഷ്ണുവിനെ നമുക്ക് അവൻ്റെ കീർത്തി വർദ്ധിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീര്യകൃത്യങ്ങളാൽ തന്നെയാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്, പ്രപഞ്ചം 3ആക്കി മാറ്റിയത്, ഭൂമി, സ്വർഗം, പാതാളം, അതിനെ തന്നെ 17 ലോകങ്ങളാക്കി മാറ്റിയത്. അതെല്ലാം അതിൻ്റെ വീര്യകൃത്യങ്ങളാലാണ്. അതിലൂടെ അതിൻ്റെ കീർത്തിയാണ്, വിഷ്ണുവിൻ്റെ കീർത്തിയാണ് നമ്മൾ പ്രശംസിക്കുന്നത്. പക്ഷേ അത് ഭയം ജനിപ്പിക്കുന്നത് കൂടിയാണ്. അത് ചിലപ്പോൾ ചിലതെല്ലാം ചെയ്യുമ്പോൾ ഭയങ്കര ഭയം ഉണ്ടാകും. അതാണ് നമ്മൾ കഥരൂപത്തിൽ എന്തായിട്ട് നരസിംഹാവതാരമായിട്ടാണ് ചിത്രീകരിച്ചത്. അതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പം ചിലപ്പോൾ ചിലതെല്ലാം ചെയ്യുമ്പോൾ ഭയം ജനിപ്പിക്കും. പ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് ബിഗ് ബാങ് തിയറി എല്ലാം ശാസ്ത്രലോകം അന്തപ്പെടുന്നില്ലേ? ബിഗ് ബാങ് തിയറി, പൊട്ടിത്തെറി, ഇതെല്ലാം വിഷ്ണുവിൻ്റെ ബലം ജനിപ്പിക്കുന്ന ചില കർമ്മങ്ങളിലൂടെ തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ക്രൂരമൃഗത്തെ പോലെ നീങ്ങും. ഭയം ജനിപ്പിക്കുന്ന ആ സമയത്ത് അത് ക്രൂരമൃഗത്തെ പോലെ നീങ്ങുന്നു പറയുകയാണ്. ഒരു ക്രൂരമൃഗവുമല്ല, മനുഷ്യനല്ല, അതൊരു പ്രത്യേക ജീവിയായിട്ടാണല്ലോ ചിത്രീകരിച്ചിരിക്കുന്നത്. ഏതില്? നരസിംഹാവതാരത്തിൽ. എന്നിട്ട് തൻ്റെ 3 പാദങ്ങളാൽ പ്രത്യക്ഷമായിരിക്കുന്ന ലോകങ്ങളെ മുഴുവൻ വളർന്നു. അവൻ ലോകത്തെ മുഴുവൻ 3ആയിട്ട് തരംതിരിച്ചു എന്ന് പറയുകയാണ്. 3 ലോകങ്ങളായിട്ട്. ആ 3 ലോകമായത് തന്നെ പൊട്ടിത്തെറിച്ചിട്ടാണ്. ബിഗ് ബാങ്ങിലൂടെയാണ് 3 ലോകം ഉണ്ടായത്, ഭൂമിയും സ്വർഗവും പാതാളവും. അതുമാത്രമല്ല, ഈ ഭൂമിയെ തന്നെ സൂര്യന് ചുറ്റും വട്ടത്ത് കറങ്ങിയായിരുന്നു. അങ്ങനെ നീ വട്ടത്ത് കറങ്ങണ്ട, ചവിട്ടി പരത്തി. എന്നിട്ടാണ് വാമനാവതാരമായിട്ട് ഇങ്ങനെ കാലിൻ്റെ രൂപത്തിൽ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചുറ്റാനാക്കിയത് ഭൂമിയെ കൊണ്ട്. എല്ലാ ഗ്രഹങ്ങളെ അങ്ങനെ ചുറ്റിപ്പിച്ചു, പരത്തി. അങ്ങനെയാണ് 3 അവസ്ഥയുണ്ടായത്. പരത്തുമ്പോൾ എന്ത് പറ്റും? അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം എപ്പോഴും ഒന്നായിരിക്കും, സീസൺ ഒന്നായിരിക്കും. പരത്തിയത് കൊണ്ട് ചിലപ്പം ചൂട് കൂടുതൽ, ചിലപ്പം ചൂട് കുറവ്. ഈ ചൂട് കൂടുതലും കുറവുമെല്ലാം ഉള്ളത് കൊണ്ടാണ് മഴ ഇങ്ങനെ പെയ്യുന്നത്, സീസൺസ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മനുഷ്യരുണ്ടായിരിക്കുന്നത്. നമ്മളെ നിലനിൽപ്പിന് വേണ്ടിയാണ് പരത്തിയിരിക്കുന്നത്. കഥയിൽ നമ്മൾ ചിന്തിക്കും, ഓ നിഷ്ഠൂരൻ ആ മഹാബലി എന്ത് സുഖമായിട്ട് ഒരേപോലെ ഭരിക്കുകയായിരുന്നു, എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട്. കാരണം ഒരേപോലെ കണ്ടുകൊണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ സൂര്യനിൽ നിന്നുള്ള ഭൂമിയുടെ അകലം തുല്യമാണ്, എപ്പോഴും തുല്യമാണ്. അതുകൊണ്ട് വല്ല ജീവി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരേപോലെ ഇരിക്കും. ഒരേപോലെ ജീവി പോലും ഉണ്ടാവില്ല, കാരണം മഴ പെയ്യാണ്ട് എങ്ങനെയാണ്? പക്ഷേ കേൾക്കുമ്പോൾ എപ്പോഴും മനുഷ്യരുണ്ടാകുന്നുണ്ടെങ്കിൽ എല്ലാം തുല്യമായിരിക്കും, ശുദ്ധമായ കമ്പ്യൂട്ടറുമാര് തുല്യമായിരിക്കും. അതുകൊണ്ട് കാര്യം നടക്കില്ല. കാര്യം നടക്കണമെങ്കിൽ അടിച്ച് പരത്തി തന്നെ കൊണ്ട്. അതുകൊണ്ടാണ് വിഷ്ണു. അല്ലാതെ വിഷ്ണു നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും വിഷ്ണു എന്ത് നിഷ്ഠൂരൻ, പാപം, മഹാബലി, ശുദ്ധമായ. അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ ലോകത്തിന് നമ്മളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഉണ്ടായത് എന്തുകൊണ്ടാണ്? ചവിട്ടി പരത്തിയതുകൊണ്ടാണ്. ഭൂമി സൂര്യന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ എല്ലാ ഗ്രഹങ്ങളും ചുറ്റുന്നത് കൊണ്ടാണ് ജീവജാലങ്ങൾ ഉണ്ടായത്. പക്ഷേ എന്തുണ്ട്? അതിന് ഉയർന്ന സ്ഥാനമുണ്ട്, താഴ്ന്ന സ്ഥാനമുണ്ട്. അപ്പോൾ മനുഷ്യരുടെ കാര്യത്തിൽ എന്ത് പറ്റും? ചിലപ്പോൾ നല്ല സമയം വരും, ചിലപ്പോൾ മോശം സമയം വരും. അപ്പോൾ അതെല്ലാം ഉണ്ടാവും ജീവിതത്തിൽ. അതങ്ങനെയാണ്. ഇല്ലെങ്കിൽ പിന്നെ തീരുമാനിക്കണം ഒരേപോലെയാണോ. ഒരേപോലെയാണെന്ന് തന്നെ ജീവജാലങ്ങളും ഉണ്ടാവുക. അപ്പം വിഷ്ണു ചെയ്തിരിക്കുന്ന നല്ലത് തന്നെയാണ്. നമ്മൾ വിഷ്ണുവിനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. കേൾക്കുമ്പോൾ കഥയിലോട്ട് ഇങ്ങനെ കഥ അതേപോലെ പിടിച്ചു പോയി കഴിഞ്ഞാൽ, അതെല്ലാം ആളുകളായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ നമുക്കെന്തെല്ലോ തോന്നും. വാമനൻ നീചനാണെന്നും മഹാബലി നല്ല ആളാണെന്നെല്ലാം തോന്നും.
സയൻസിലൂടെ നോക്കുമ്പോഴേ നമുക്കെന്ത് പാണ്ഡവർ പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാർ ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും കൃഷ്ണന് 16,008 ഭാര്യമാർ, നാട്ടിലർച്ചും കുട്ടികൾ വസ്ത്രമെല്ലാം എടുത്ത് മുക്കിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഇതെല്ലാം കഥയിൽ അതേപോലെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ മണ്ടന്മാരായ ആൾക്കാർക്ക് രസിക്കാൻ കൊള്ളാം. പക്ഷെ ഇതെല്ലാം അർത്ഥമായിട്ട് അങ്ങനെ തന്നെ അർത്ഥം എടുത്ത് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം മണ്ടന്മാരാണ്. ഇതെല്ലാം നല്ല സ്വഭാവങ്ങളാണ്. അപ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? അതിൻ്റെല്ലാം പിന്നിൽ കുറച്ച് സയൻസ് ഉണ്ട്. ആ സയൻസ് നോക്കുമ്പോൾ ഈ ആശയക്കുഴപ്പങ്ങളെല്ലാം തീരും.